യുപിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി. അഖിലേഷ് യാദവിനെ പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിയായ അഖിലേഷ് യാദവിനെ പാർട്ടിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് പുറത്താക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ രാം ഗോപാൽ യാദവിനെയും പുറത്താക്കിയിരിക്കുന്നു. അഖിലേഷിനെ 6 വർഷത്തേക്കാണ് പുറത്താക്കിയത്. ഒപ്പം രാം ഗോപാൽ യാദവിനെ 6 മാസത്തേക്കുമാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അകലെ എത്തി നിൽക്കുമ്പോഴാണ് യുപിയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എം സന്തോഷ് ദില്ലിയിൽ നൽകും വിശദാംശങ്ങൾ പൂർണ്ണമായും. സന്തോഷ്, കഴിഞ്ഞ കുറച്ചുനാൾ അസ്വാരസ്യങ്ങൾ ഇത്തരത്തിൽ പുകയുകയാണ്. അത് ഒടുവിൽ അഖിലേഷിന്റെ പുറത്താകലിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് യുപിയിലെ രാഷ്ട്രീയം ചിന്തിക്കുന്നത്? ഒപ്പം മുലായം സിംഗ് യാദവ് ഇന്ന് നടത്തിയ നടപടികൾ? മനു, തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പുണ്ടായി എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രിയും മകനുമായ അഖിലേഷ് യാദവിനെയും സഹോദരനും പാർട്ടി സെക്രട്ടറിയുമായ രാം ഗോപാൽ യാദവിനെയും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. 6 വർഷത്തേക്കാണ് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി. മുഖ്യമന്ത്രി തന്നെ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ എന്താണ് മറ്റ് മാർഗമെന്നാണ് മുലായം സിംഗ് യാദവ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാം ഗോപാൽ യാദവ് എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു. കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും ഈ രീതിയിൽ പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്നും അതുകൊണ്ട് 6 വർഷത്തേക്ക് ഇരുവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണെന്നും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം തന്നെ പുതിയ മുഖ്യമന്ത്രിയെ ഉടൻ പാർട്ടി തീരുമാനിക്കുമെന്നും മുലായം സിംഗ് യാദവ് അറിയിച്ചു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അഖിലേഷ് യാദവ് മാധ്യമങ്ങളെ കാണും. ഏതാണ്ട് 9 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അഖിലേഷ് യാദവ് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. രാജി ഉണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത ഭരണ പ്രതിസന്ധിയിലേക്ക് ഉത്തർപ്രദേശ് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തർപ്രദേശിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതാണ്ട് 1 വർഷത്തോളമായി സമാജ്വാദി പാർട്ടിയിൽ കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ മുലായം സിംഗിന്റെ സഹോദരനും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ ശിവ്പാൽ യാദവും തമ്മിലുള്ള തർക്കമാണ് മറനീക്കി രൂക്ഷമായ വാഗ്വാദത്തിലേക്കും പ്രവർത്തകർ തമ്മിൽ, അണികൾ തമ്മിൽ പരസ്യമായ ഏറ്റുമുട്ടലിലേക്കും നീങ്ങിയത്. അതാണ് ഇപ്പോൾ പിളർപ്പിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും മുലായം സിംഗ് യാദവിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. മുഖ്യമന്ത്രിയെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു നീക്കം രാഷ്ട്രീയ ലോകം പ്രതീക്ഷിക്കാത്തതാണ്. ഏതായാലും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി രാഷ്ട്രീയം, യാദവ രാഷ്ട്രീയം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പൊട്ടിത്തെറിയുടെ കാരണം തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് സ്ഥാനാർത്ഥികളെ നിർണയം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം മുതൽക്ക് തന്നെ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ശിവ്പാൽ യാദവ് മുന്നോട്ട് പോകുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 203ഓളം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക തള്ളിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുകയും 403 സ്ഥാനാർത്ഥികളുടെ പട്ടിക പാർട്ടി തലവൻ മുലായം സിംഗ് യാദവിന് കൈമാറുകയും ചെയ്തത്. ഇത് മാത്രമല്ല, ഈ പട്ടികയിൽ, അഖിലേഷ് യാദവിന്റെ പട്ടികയിൽ ശിവ്പാൽ യാദവിനെ പിന്തുണയ്ക്കുന്ന നിലവിലെ സിറ്റിംഗ് MLA-മാരുടെയും മന്ത്രിമാരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗവും തമ്മിൽ കടുത്ത ഭിന്നതയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. MLA-മാരുമായി അഖിലേഷ് യാദവ് പ്രത്യേകം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിനെ പിന്തുണക്കുന്ന യുവജന വിഭാഗം നേതാക്കളുമായും അഖിലേഷ് യാദവിനോട് ഒപ്പം നിൽക്കുന്ന MLA-മാരുമായും പാർട്ടി ടിക്കറ്റ് ഇപ്പോൾ നൽകാൻ അഖിലേഷ് ഉദ്ദേശിക്കുന്നവരുമായും പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടന്നു. ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെങ്കിലും തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാക്കും എന്നുള്ളത് മുലായം സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം 1 മാസം മുമ്പ് ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ഇരു വിഭാഗങ്ങളെയും വിളിച്ചിരുത്തി മാരത്തോൺ യോഗങ്ങൾ ചേർന്നുകൊണ്ട് പാർട്ടിയിലെ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് സ്വീകരിച്ചിരുന്നത്. അന്ന് തന്നെ മുലായം സിംഗ് യാദവ് നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പ്, അച്ചടക്ക ലംഘനം കാണിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അഖിലേഷ് യാദവിനും ശിവ്പാൽ യാദവിനും നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഖിലേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ അച്ചടക്ക ലംഘനം വച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷ്, വളരെ അപ്രതീക്ഷിതമായ നടപടിയായിരുന്നു മുലായം സിംഗ് യാദവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം തന്റെ സഹോദരനായ ശിവ്പാൽ യാദവിന്റെ വിഭാഗത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള അഖിലേഷിനെ പുറത്താക്കിക്കൊണ്ടൊരു നടപടി വരുമ്പോൾ യുപിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഭരണ പ്രതിസന്ധി, കാരണം 3 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ അഖിലേഷ് യാദവിനെ പുറത്താക്കിയിരിക്കുന്നു. സ്വാഭാവികമായും പുതിയ മുഖ്യമന്ത്രി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ പോലും അഖിലേഷിനെ പിന്തുണയ്ക്കുന്നവർ സ്വാഭാവികമായും അഖിലേഷിനൊപ്പം വിട്ടുനിൽക്കും. ഒപ്പം ശിവപാൽ അനുകൂലികൾ, അങ്ങനെ ആ 2 വിഭാഗമായി വരുമ്പോൾ പാർട്ടി ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു. എനിക്ക് പാർട്ടിയെ സംരക്ഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ നടപടി
എടുത്തത് എന്ന് മുലായം പറയുമ്പോഴും പാർട്ടി ഒരു പിളർപ്പിന്റെ വക്കിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സംശയമില്ല മനു, സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ പിളർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായും ഇപ്പോൾ പറയാം. കാരണം 6 വർഷത്തേക്ക് പാർട്ടിയിലെ പ്രമുഖരായ 2 നേതാക്കളെ, മുഖ്യമന്ത്രിയെയും സെക്രട്ടറിയെയും പുറത്താക്കിയിരിക്കുന്നു. ഏതായാലും 6 വർഷത്തേക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു നടപടി എന്തായാലും പാർട്ടിയിൽ ഇവർ പുറത്തു പോയാലും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് ചിന്തിച്ചു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമാണ് ഇനി അഖിലേഷ് യാദവും രാംഗോപാൽ യാദവും എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഏതായാലും മറ്റൊരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സമവായ ശ്രമങ്ങളും അവസാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് വിജയം കാണാത്ത ഒരു ഘട്ടത്തിലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് പാർട്ടി തലവൻ നീങ്ങിയത്, മുഖ്യമന്ത്രിയെ പുറത്താക്കുന്ന തരത്തിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. BJP ഭരണത്തിൽ കണ്ണും നട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ നാൾക്ക് മുൻപ് തന്നെ ഉത്തർപ്രദേശിൽ ആരംഭിച്ചു കഴിഞ്ഞു. BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ജാതി മതഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ കൂടിയും കഴിഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ ഭരണത്തിൽ നിരവധി ഭരണ നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പുരോഗതി കൈവരിച്ചു എന്ന ഒരു പരിധിവരെയും നമുക്ക് പറയാൻ കഴിയും. ആ ഒരു സാഹചര്യം മുതലെടുക്കുമ്പോൾ മികച്ച ഭരണം കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ആ ഒരു ഘട്ടത്തിൽ BJPക്ക് വലിയ ഭീഷണിയായി തന്നെ സമാജ്വാദി പാർട്ടി രംഗത്തുണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പിളർപ്പിന് സമാനമായ സാഹചര്യം BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സമവായത്തിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടായി ഇരു വിഭാഗങ്ങളും തിരഞ്ഞെടുപ്പിനെ സ്വന്തമായി നേരിടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെങ്കിൽ അത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഇടയാക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും മറ്റ് പലതരത്തിലുള്ള സഖ്യ സാധ്യതകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടിയിൽ പിളർപ്പിന് സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിനുശേഷം അഖിലേഷ് യാദവും രാംഗോപാൽ യാദവും എടുക്കുന്ന തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഉത്തർപ്രദേശിലെ ഭാവി രാഷ്ട്രീയം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സന്തോഷം പറയാനുള്ളത്. കാരണം ഈ വ്യക്തി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയല്ല ഇപ്പോൾ ഈ SP അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം സമാജ്വാദി പാർട്ടിയിൽ താൻ തന്നെയാണ് അവസാന വാക്ക് എന്ന് തെളിയിച്ച് മുലായം സിംഗ് യാദവ് തന്റെ മുഖ്യമന്ത്രിയെ വരെ പുറത്താക്കി, മകനായ മുഖ്യമന്ത്രിയെ വരെ പുറത്താക്കിക്കൊണ്ട് താനാണ് പാർട്ടിയിൽ അവസാന വാക്കെന്ന് തെളിയിക്കുന്നു. പക്ഷേ രാഷ്ട്രീയപരമായി വരുമ്പോൾ ഒരു ഇനി എന്താ എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. എത്രയൊക്കെ പാർട്ടി ഒറ്റക്കെട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇനി എന്തെന്നുള്ള ചോദ്യം മുലായത്തിന്റെ മുന്നിലും സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ ജാതി രാഷ്ട്രീയം അവസാന വാക്കാകുന്ന UP രാഷ്ട്രീയത്തിൽ BJPയുടെ കടന്നുവരവ് തന്നെ ആയിരിക്കില്ലേ അങ്ങനെയെങ്കിൽ കാണാൻ കഴിയുക? മനു, ഉത്തർപ്രദേശിലെ ഏറ്റവും സമാജ്വാദി പാർട്ടി, ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടിയിൽ മുലായം സിംഗ് യാദവും സഹോദരന്മാരും മക്കളും ഉൾപ്പെടെ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഒരു വിളനിലമാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെയും യാദവ കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ്. ഈ യാദവ കുടുംബത്തിൽ ഉണ്ടായ പോരാണ് ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യം, നിലവിലെ സാഹചര്യം BJP ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ഉത്തർപ്രദേശിൽ ഭരണം പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ, അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഏറ്റവും ഗുണകരമായി മാറാവുന്ന ഒരു സംഗതി കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രധാന കക്ഷികളായിരുന്ന സമാജ്വാദി പാർട്ടിയെയും BSPയെയും തറപറ്റിച്ചുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളും BJPക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ പിന്നീട് BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ഒരു BJP ഉണ്ടാക്കിയെടുത്ത ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു മുലായം സിംഗ് യാദവിന്റെയും അഖിലേഷ് യാദവിന്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. കൂടുതൽ ജനക്ഷേമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം സമാജ്വാദി പാർട്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് യാദവ കുടുംബത്തിൽ കലഹം പൊട്ടിപ്പുറപ്പെടുകയും പാർട്ടി പിളർപ്പിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു
അപ്രതീക്ഷിത നീക്കം. നേരത്തെ തന്നെ മുലായം സിംഗ് യാദവ് ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശിവ്പാൽ യാദവിനെ തള്ളിക്കൊണ്ടുള്ള പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടിയുടെ വിഷമസന്ധിയിലും എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന തോളോട് തോൾ ചേർന്ന് നിന്നയാളാണ് ശിവ്പാൽ യാദവ്. അതുകൊണ്ട് ശിവ്പാൽ യാദവിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ അഖിലേഷ് യാദവിന് മുലായം സിംഗ് യാദവ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ഒരു ഘട്ടത്തിൽ പോലും ഒരു സമവായവുമായി സഹകരിക്കാൻ, അല്ലെങ്കിൽ ശിവ്പാൽ യാദവുമായി സഹകരിക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായിട്ടില്ല. പാർട്ടി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ശിവ്പാൽ യാദവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായിട്ടില്ല. ഇതെല്ലാം തന്നെയാണ് മുലായം സിംഗ് യാദവിനെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, സമാജ്വാദി പാർട്ടിയുടെ ഈ വളർച്ചാ ഘട്ടങ്ങളിലെല്ലാം തന്നെയും ഒപ്പമുണ്ടായിരുന്നത് ശിവ്പാൽ യാദവാണ്. പാർട്ടിയെ സംബന്ധിക്കുന്ന നിരവധി രഹസ്യങ്ങൾ, മുലായം സിംഗ് യാദവിന്റെ രഹസ്യങ്ങൾ, പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ ബോധ്യമുള്ളയാളും കൂടിയാണ് ശിവ്പാൽ യാദവ്. അതുകൊണ്ട് തന്നെ ശിവ്പാൽ യാദവിനെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ബോധ്യം മുലായം സിംഗ് യാദവിനുമുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ സഹോദരനെ ഒപ്പം നിർത്തിക്കൊണ്ട് മകനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് തുടരുക. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ പി വി തോമസ് കൂടി നമ്മോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പി വി തോമസ്, എന്താണ് യു പി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി അടക്കം, മകനായ മുഖ്യമന്ത്രി അടക്കം മുലായം പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ്, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസമൊന്നുമല്ല. ഇതിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. അതായത് കുടുംബകലഹം മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണല്ലോ ഒരു വാച്ച് പോലൊക്കെ ഉണ്ടായത്. പക്ഷേ അത് ഒരു ഫലവത്തായില്ല. അത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം സീറ്റ് വിഭജനം എന്ന് പറയുന്നത് വലിയ സംഘർഷപരമായിട്ട് നീങ്ങുന്നതൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബദൽ ഔദ്യോഗികമായിട്ടുള്ള ലിസ്റ്റും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും പിന്നെ പാരലായിട്ടുള്ള ലിസ്റ്റും എല്ലാം വന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അത് മൂർച്ഛിച്ചു. മുലായം സിംഗ് യാദവ് അദ്ദേഹത്തിന്റെ അധികാരം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ 6 വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ്. ശിവ്പാൽ യാദവിനെ ഒപ്പം പുറത്താക്കിയിട്ടുണ്ട്. അതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രിയായിട്ടുള്ള അഖിലേഷ് യാദവാണ്. അത് അഖിലേഷ് യാദവിന്റെ പുറത്താക്കലാണ് ഇവിടെ രാഷ്ട്രീയമായിട്ട് പ്രാധാന്യം അറിയിക്കുന്നത്. അതിന്റെ അർത്ഥം സമാജ്വാദി പാർട്ടി ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും സമാജ്വാദി പാർട്ടി അത്തരത്തിലൊരു പിളർപ്പിലേക്ക് നീങ്ങുന്നു. പക്ഷേ അവിടെയും SP എന്ന പാർട്ടിയിൽ താനാണ് അവസാന വാക്ക് എന്ന് മുലായം വ്യക്തമായി തെളിയിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായി ആ ഒരു തീരുമാനം എത്രമാത്രം പ്രസക്തമാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് പിളർപ്പിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആര് മുലായം സിംഗിന്റെ കൂടെ നിൽക്കും, ആര് അഖിലേഷ് യാദവിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിന് കൃത്യമായത് കിട്ടുകയുള്ളൂ. പക്ഷെ ഏതായാലും ഒരു കാര്യം നിശ്ചയമാണ്, അഖിലേഷ് യാദവ് വെറുതെ ഒന്നും കണ്ടുകൊണ്ടായിരിക്കുകയല്ല ഇത്ര അറ്റം വരെ പോയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള അനുയായികളുണ്ട്. ആ അനുയായികളെ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇനി കളിക്കുവാൻ പോകുന്നത്. അദ്ദേഹം UP രാഷ്ട്രീയത്തെ ഒരു പാച്ചപ്പുണ്ടായില്ലെങ്കിൽ UP തെരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുലായം സിംഗ് യാദവിനും അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അദ്ദേഹമാണ് അതിലെ കാരണവർ എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ കുടുംബത്തിലെ കാരണവരാണ്, ആ പാർട്ടിയിലെയും കാരണവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുമുണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആർക്കായിരിക്കും കൂടുതൽ മുൻകൈ കിട്ടുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ശരിയാണ്, മുലായം സിംഗ് യാദവ് പഴയ നേതാവാണ്, സീനിയർ നേതാവാണ്, അദ്ദേഹത്തിൻ്റെതാണ് എന്ന് തന്നെ പറയാം ഈ പാർട്ടി. എങ്കിൽ തന്നെയും യുവജനങ്ങളുടെ ഇടയിലും ഭരണം കൊണ്ടും അഖിലേഷ് യാദവിന് വ്യക്തമായ ഒരു സ്വാധീനമുണ്ട്, സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ വികസന പരിപാടികളുമെല്ലാം UP യിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ ഘടകകക്ഷി, അദ്ദേഹത്തിന്റെ പിളർന്ന പാർട്ടിയുടെ നേതാവായിട്ട് വരികയും അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം ഉണ്ടായാലും യാതൊരു തോതിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് മത്സരിക്കുമ്പോൾ സത്യത്തിൽ അവിടെ ആർക്കാണ് അത് ഗുണകരമായി മാറുക? കാരണം ജാതി രാഷ്ട്രീയം അവസാന വാക്കാകുന്ന UP രാഷ്ട്രീയത്തിൽ തീവ്ര ഹിന്ദുത്വം ഇറക്കി BJP ഒരു ഓളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് BSP ആയിരിക്കും പ്രധാനമായിട്ടും സഹായിക്കുക. കാരണം മുസ്ലിം വോട്ട് ഒരു ധ്രുവീകരണം ഉണ്ടായേക്കാം BSP-യിലേക്ക്. അതായത് സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിന്ന് മുസ്ലിം വോട്ട്സ് ഒറ്റക്കെട്ടായിട്ട് ഒരുപക്ഷെ BSP-യിലേക്ക് പോയേക്കാം. അതേപോലെ തന്നെ BJP-യും തീർച്ചയായിട്ടും ഗെയിൻ ചെയ്യും. BJP-ക്ക് ഇപ്പൊ തന്നെ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചാണത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും ഈ കൂട്ടത്തിൽ ലഭിക്കാൻ കൂടുതൽ ഇതിനുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും BSP-ക്കായിരിക്കും, മായാവതിക്കായിരിക്കും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ താങ്കൾ കരുതുന്നുണ്ടോ ഒരു അഖിലേഷ് യാദവ് അവരുടെ പക്ഷം ഒരു സ്വതന്ത്രമായി നിന്ന് മത്സരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ?
സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറ്റുമോ, എത്ര എം എൽ എമാരുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. എം എൽ എമാര് കൃത്യമായിട്ട് ഈ 3-2 ഈ ആന്റി ഡിഫെക്ഷനിനെ മറികടന്നുള്ള സംഖ്യ കിട്ടുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പിടിയെടുത്തുണ്ടാവും. അഖിലേഷ് യാദവിന് പാർട്ടിയുടെ അവകാശപ്പെടാൻ സാധിക്കും. അപ്പോൾ അതാണോ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് ഉടനെ അറിയാം. അത് 1-2 ദിവസത്തിൽ അറിയാം എത്ര എം എൽ എമാരുണ്ട് അഖിലേഷ് യാദവിന്റെ കൂടെ, എത്ര എം എൽ എമാരുണ്ട് മുലായം സിംഗ് യാദവിന്റെ കൂടെ എന്നുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി വി തോമസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. UP-ൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് അഖിലേഷ് യാദവിനെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് പുറത്താക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ രാംഗോപാൽ യാദവിനെയും പുറത്താക്കിയിട്ടുണ്ട്. 6 വർഷത്തേക്കാണ് അഖിലേഷ് യാദവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉത്തർപ്രദേശിൽ ഉടലെടുത്തിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പുകയുന്ന അസ്വാരസ്യങ്ങൾ ഒടുവിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക്, പാർട്ടിയുടെ പിളർപ്പിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് UP-ൽ എത്തി നിൽക്കുന്നത്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക്. MT വാസുദേവൻ നായരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത കശ്മീരി ചീറ്റ എന്ന ഗ്രൂപ്പ് തന്നെയാണ് MTയുടെ വെബ്സൈറ്റും ഹാക്ക് ചെയ്തിരിക്കുന്നത്. MT വാസുദേവൻ നായർക്കെതിരെ BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പരാമർശം സാംസ്കാരിക ഫാസിസമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തനിക്കെതിരായ വിജിലൻസ് കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. തോമസ് ഐസക്കും സംസ്ഥാന സർക്കാരും എണ്ണത്തോണിയിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ 7 മാസത്തെ പ്രവർത്തനം തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ദിനേശ് ബി ഡി സഹകരണ സംഘം ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചു മുന്നേറുന്ന സംഘത്തെ ഇതിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. 1990-ൽ പുകയില വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ദിനേശ് മേഖല പ്രതിസന്ധിയിലായെങ്കിലും ദിനേശിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അത്ഭുതാവഹമായിരുന്നു. 96 മുതൽ ദിനേശ് ബി ഡി പരമാവധി തൊഴിലാളികളെ ഇതര വ്യവസായ മേഖലകളിലേക്ക് പുനരധിവസിപ്പിച്ചു. 97-ൽ ദിനേശ് ഫുഡ്സ് ഭക്ഷ്യ സംസ്കരണ രംഗത്തും 99-ൽ ഡിറ്റ്സ് എന്ന പേരിൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും പിന്നീട് കുട നിർമ്മാണ രംഗത്തും ദിനേശ് അപ്പാരൽസ് വസ്ത്രനിർമ്മാണ രംഗത്തും തനതായ മുദ്ര പതിപ്പിച്ചു. കറി പൗഡറുകൾ, അച്ചാറുകൾ, സ്ക്വാഷുകൾ, തേങ്ങാപ്പാൽ, ഡെഡിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ചിപ്സ്, ദിനേശ് ചായ എന്നിവ പ്രിയങ്കര ഉൽപ്പന്നങ്ങളായി വിപണി കീഴടക്കിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. 2015-ലാണ് തേങ്ങാപ്പാൽ ആദ്യമായി ആസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്തത്. പുതിയ ഹെയർ ടോണും ഉടൻ വിപണിയിലെത്തും. തേങ്ങാപ്പാലിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വലിയൊരു ഭാവിയാണ് തേങ്ങാപ്പാലിന് കാണുന്നത്. അതേമാതിരി തന്നെ ഇപ്പോഴും ഞങ്ങൾ ഇറക്കിയ ലോങ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ തലമുടി കൊഴിയാതിരിക്കാനും ഡാൻഡ്രഫിനും ഫൈറ്റ് ചെയ്യുന്ന നല്ല സാധനം. ദിനേശ് അപ്പാരൽസിന്റെ ഷർട്ടുകളും വിപണിയിൽ ബ്രാൻഡഡ് ജനപ്രിയ ഉൽപ്പന്നങ്ങളായി വിറ്റഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര വികസന സംഘടനയായ അസോച്ചം 2016-ലെ ഏറ്റവും നല്ല ചെറുകിട വ്യവസായത്തിന് നൽകുന്ന ഫെയർ ബിസിനസ് പ്രാക്ടീസസ് അവാർഡിന് 3ാം തവണയും ദിനേശ് അർഹമായി. വ്യവസായ സംരംഭങ്ങളിലൂടെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അവാർഡും 2015-ൽ ദിനേശിനെ തേടിയെത്തി. മുതലാളിത്ത ചരക്കോൽപാദന വ്യവസ്ഥയിൽ കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിക്കാനാവുമെന്ന് തെളിയിക്കുകയാണ് ദിനേശ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.